അത്യുഗ്രൻ മലയാള സിനിമകൾ അടിച്ചുകയറി വന്ന വർഷമാണ് 2023. സംസ്ഥാന പുരസ്കാര പ്രഖ്യാപനത്തിന് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ ആകാംക്ഷയുടെ മുൾമുനയിലാണ് സിനിമാ ലോകം. കാതലോ ഉള്ളൊഴുക്കോ 2018, മമ്മൂട്ടിയോ പൃഥ്വിരാജോ, ഉർവശിയോ പാർവതിയോ, കപ്പാരടിക്കുമെന്ന് കാത്തിരുന്നു കാണാം. നാളത്തെ പുരസ്കാര പ്രഖ്യാപനത്തിൽ മലയാളികളുടെ പ്രതീക്ഷ എന്താണ്? വിശകലനങ്ങളുമായി എന്റർടൈൻമെന്റ് ഡെസ്കിൽ നിന്ന് അന്ന കീർത്തി ചേരുന്നു. അന്ന, മികച്ച സിനിമ, മികച്ച നടൻ, മികച്ച നടി, ഇതിനെല്ലാം കടുത്ത മത്സരങ്ങളാണ്. എന്താണ് പ്രതീക്ഷ? എക്സൈറ്റഡ് ആണോ? അതെ, വളരെയധികം എക്സൈറ്റഡ് ആണ് രോഷിനി. കാരണം നമുക്കറിയാം, കഴിഞ്ഞ 2023 അവസാനവും 2024 ഇതുവരെയുള്ള മാസങ്ങളിൽ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും മികച്ച സിനിമകൾ, ഏറ്റവും മികച്ച പ്രകടനങ്ങൾ, ഏറ്റവും പുതുമയുള്ള പ്രമേയങ്ങളൊക്കെ ആയിട്ട് വന്ന ഒരു ഇൻഡസ്ട്രി ആയിരുന്നു മലയാളം. അതുകൊണ്ട് തന്നെ 2023 സെൻസറിങ് കഴിഞ്ഞ 160ഓളം ചിത്രങ്ങൾ ഇവിടെ സബ്മിറ്റ് ചെയ്തിരിക്കുകയാണ് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിന് വേണ്ടി. ഇതിനകത്ത് നമ്മളുടെ നേരത്തെ നമ്മൾ തന്നെ പ്രദർശിപ്പിച്ച റിപ്പോർട്ടിൽ പറഞ്ഞതുപോലെ ഇതിൽ 84ഓളം നവാഗത സംവിധായകരുടെ ചിത്രങ്ങളുണ്ട്. ഇതിൽ നിന്നും ഏറ്റവും 40-ൽ നിന്നും 50-ൽ നിന്നും ഇതിനിടയിൽ വരുന്ന ചിത്രങ്ങളാണ് ഇപ്പോൾ അവസാന റൗണ്ട് മത്സരത്തിന് എത്തിയിട്ടുള്ളതെന്ന് നമുക്കറിയാം. ഇതിൽ എല്ലാ വർഷത്തെയും പോലെ തന്നെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള 2 വിഭാഗങ്ങളിലാണ് കടുത്ത മത്സരം നടക്കുന്നത്. ഒന്ന് മികച്ച നടൻ, പിന്നെ മികച്ച നടി. ഇപ്പോൾ ഇതിൽ മികച്ച നടൻ്റെയിലെ നമ്മൾ നോക്കുകയാണെങ്കിൽ മമ്മൂട്ടിയും പൃഥ്വിരാജും ആണ് ഇഞ്ചോടിഞ്ച് മത്സരത്തിനെന്നാണ് നമ്മുടെ ഇതുവരെയുള്ള റിപ്പോർട്ടുകൾ. അതിൽ മമ്മൂട്ടിയുടെ പ്രകടനം കാതൽ, കണ്ണൂർ സ്ക്വാഡ് എന്നീ സിനിമകളിൽ നിന്നാണ്. ഈ ഒരു വർഷം കൂടി മമ്മൂട്ടിക്ക് അവാർഡ് നേടിയാൽ, കഴിഞ്ഞ വർഷം നൻപകൽ നേരത്ത് മയക്കം എന്നുള്ളൊരു ചിത്രത്തിലൂടെ മമ്മൂട്ടി അവാർഡ് സ്വന്തമാക്കിയിരുന്നു. അത് മമ്മൂട്ടിയുടെ 6ാമത്തെ മികച്ച നടനുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരമായിരുന്നു. ഇപ്പോൾ നമ്മൾ നിലവിലെ അവാർഡുകളുടെ ഒരു പരിശോധിക്കുകയാണെങ്കിൽ മമ്മൂട്ടിയും മോഹൻലാലും തമ്മിൽ 6 പുരസ്കാരങ്ങളുമായിട്ട് രണ്ടുപേരും 1ാം സ്ഥാനത്താണ്. മമ്മൂട്ടി ഈ വർഷം അവാർഡ് നേടിക്കഴിഞ്ഞാൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ തവണ മികച്ച നടനുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം സ്വന്തമാക്കിയിരിക്കുന്ന നടൻ എന്നൊരു റെക്കോർഡ്, ആ ഒരു പദവിയിൽ മമ്മൂട്ടിക്ക് ഒറ്റയ്ക്ക് ഇരിക്കാൻ സാധിക്കും. അപ്പോൾ മമ്മൂട്ടി ഫാൻസ് അതിനു വേണ്ടി കൂടെ കാത്തിരിക്കുന്നുണ്ട്. ഞാനൊരു കാര്യം പറയട്ടെ, ഞാനൊരു മമ്മൂട്ടി ഫാനാണ്, പക്ഷേ ഇതിപ്പോൾ കടുപ്പമായി പോയി. അതായത് മമ്മൂട്ടിയുടെ സിനിമകളോടും ഈ പൃഥ്വിരാജ് വലിയ മത്സരമാണ് നടത്തുന്നത്. എന്താണ് സംഭവിക്കുക? സത്യത്തിൽ മികച്ച നടനാവുന്നത് മമ്മൂട്ടി ആയിരിക്കുമോ പൃഥ്വിരാജ് ആയിരിക്കുമോ? ഞാനതാണ് ഉറ്റുനോക്കുന്നത്. തീർച്ചയായിട്ടും ഇപ്പം പൃഥ്വിരാജിൻ്റെ തന്നെ നമുക്കറിയാം, അദ്ദേഹത്തിൻ്റെ കരിയറിലെ വൺ ഓഫ് ദ ഫൈനസ്റ്റ് പെർഫോമൻസസ് എന്ന് അദ്ദേഹം തന്നെയെന്ന് ഞാൻ പറയാനുള്ള കാരണം അദ്ദേഹം തന്നെ മറ്റൊരു അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു സിനിമ നജീബിന് വേണ്ടി സിനിമ ഇറങ്ങി കണ്ടതിന് ശേഷം എനിക്ക് എന്തെങ്കിലും കൂടുതലായി ചെയ്യാൻ കഴിയുമായിരുന്നു എന്ന് എനിക്ക് ഒരിക്കലും തോന്നില്ല എന്ന്. അത്രയും ഒരു കോൺഫിഡൻസോടു കൂടെയാണ് ഒരു നടൻ പൃഥ്വിരാജ് തൻ്റെ സിനിമയെ പറ്റി സംസാരിച്ചത്. അതുമാത്രമല്ല, ആടുജീവിതത്തിന് വേണ്ടിയിട്ട് നീണ്ട വർഷങ്ങൾ ആ ഒരു പ്രൊജക്റ്റ് നടക്കാൻ വേണ്ടി പൃഥ്വിരാജും ബ്ലെസിയും ചെലവഴിച്ചു. അദ്ദേഹത്തിൻ്റെ നമ്മളെല്ലാവരെയും ഞെട്ടിച്ച ആ ഒരു ഫിസിക്കൽ ട്രാൻസ്ഫോർമേഷൻ, അതിൻ്റെ ഒപ്പം അദ്ദേഹം പൃഥ്വിരാജ് എടുത്തിട്ടുള്ള മെൻ്റൽ സ്ട്രെയിൻ, ഇതെല്ലാം ആളുകൾക്ക് മുൻപിൽ വളരെ വിസിബിളായി വലിയ ചർച്ചയിലുണ്ടായിരുന്നതാണ്. അതൊരു പക്ഷേ ഇതിൻ്റെ അവാർഡ് നിർണയത്തിലൊരു വിഷയമായേക്കാം. കാരണം മമ്മൂട്ടിയുടെ 2 പ്രകടനങ്ങളും അദ്ദേഹത്തിനുള്ള നടൻ നിന്നും നമ്മൾ ഒരുപാട് കൈയടിക്കുന്നതാണെങ്കിലും ചില നടന്മാർക്ക് സാധിക്കുന്ന കേക്ക് വാക്ക് എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള പ്രകടനങ്ങളായിരുന്നു എന്ന് പറയും. പക്ഷേ പൃഥ്വിരാജിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വിസിബിളി കാണാൻ കഴിയും അദ്ദേഹം ഈ ഒരു നജീബായി മാറാൻ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്ന്. അപ്പം അങ്ങനെ ഒരു സാധ്യത അവിടെ കിടക്കുന്നുണ്ട്. ഒരു ചെറിയ തൂക്കം ഒരു പക്ഷേ പൃഥ്വിരാജിന് ലഭിച്ചേക്കാം. പക്ഷേ ഇതെല്ലാം ചില വിശകലനങ്ങളാണ്. എല്ലാ തവണയും അവാർഡ് നിർണയം നടത്തി കഴിയുമ്പോൾ, പുരസ്കാരം പ്രഖ്യാപിക്കുന്ന സമയത്ത് എല്ലാ സാധ്യതാ പട്ടികകളെയും മറിച്ചിട്ടുകൊണ്ടുള്ള പല പ്രകടനങ്ങളും വരാറുണ്ട്, പല പുരസ്കാരങ്ങളും സംഭവിച്ചിട്ടുമുണ്ട്. ഇനി നമ്മൾ നടിമാരിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഉള്ളൊഴുക്കിൽ ഉർവശിയും പാർവതിയും, അവരുടെ 2 പേരെ ലീലാമ്മയും അഞ്ജുവുമാണ് ഇവിടെ മുൻപന്തിയിൽ മത്സരത്തിന് നിൽക്കുന്നത്. അനശ്വരയും കല്യാണി പ്രിയദർശനും ഇഞ്ചോടിഞ്ച് മത്സരത്തിനുണ്ടെങ്കിൽ തന്നെയും ഒരുപക്ഷെ സാധ്യത ഉർവശിക്കും പാർവതിക്കുമാണ് മിക്കവരും കൽപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ശരി, എന്തായാലും നോക്കാം അന്ന. നമുക്ക് എന്റർടൈൻമെന്റ് ഡെസ്കിൽ നിന്ന് അന്ന കീർത്തിയാണ് വിവരങ്ങൾ നൽകിയത്. നാളത്തെ പുരസ്കാര പ്രഖ്യാപനത്തിൽ എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് കാത്തിരുന്നു കാണാം. മണിക്കൂറുകൾ ബാക്കി നിൽക്കുകയാണ്.